വാഹനങ്ങൾക്ക് ബ്രേക്ക് ഉണ്ട് അല്ലേ? ബസ്സിനായിക്കോട്ടെ, കാറിനായിക്കോട്ടെ, എല്ലാ വാഹനങ്ങൾക്കും ഉണ്ട് ബ്രേക്ക്. ഇപ്പോൾ പവർ ബ്രേക്കൊക്കെ ഉണ്ട് അല്ലേ? എന്തിനാണ് ബ്രേക്ക്? ബ്രേക്ക് ഉണ്ടെങ്കിൽ നമുക്ക് വണ്ടി നിർത്തണം. സേഫായിട്ട് വണ്ടി ഓടിക്കണമെങ്കിൽ ബ്രേക്ക് ആവശ്യമാണ്. ആക്സിഡൻറ്റ് ഒഴിവാക്കണമെങ്കിൽ ബ്രേക്ക് ആവശ്യമാണ്. നമുക്ക് സ്പീഡ് കുറയ്ക്കണമെങ്കിൽ അല്ലേ, നല്ല സ്പീഡിൽ പോകുമ്പോൾ കുറയ്ക്കണമെങ്കിലൊക്കെ ബ്രേക്ക് ആവശ്യമാണ്. അതുപോലെ ശരിക്കും ബ്രേക്ക് എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് സ്പീഡിൽ പോകാൻ വേണ്ടിയിട്ടാണ് ബ്രേക്ക് ഉണ്ടെങ്കിലല്ലേ നമുക്ക് സ്പീഡിൽ പോകാൻ പറ്റുള്ളൂ. നല്ല സ്പീഡിൽ പോകുമ്പോൾ നമ്മുടെ ഉള്ളിൽ എന്താ ധൈര്യം ഉള്ളത്? ബ്രേക്ക് അവിടെ ഉണ്ട്. ആ ബ്രേക്ക് ചവിട്ടി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് നിർത്താമെന്നുള്ളത്. അതുപോലെ നമ്മളുടെ ജീവിതത്തിനും ഉണ്ട് അല്ലേ ബ്രേക്ക് ഉണ്ട്, ജീവിതത്തിന് ബ്രേക്ക് ഉണ്ട്. അത് നമ്മളത് ശ്രദ്ധിക്കാറില്ല. എന്താണ് ബ്രേക്ക് എന്നറിയോ? ജീവിതത്തിലെ ബ്രേക്ക് എന്താണെന്നറിയോ? നമ്മളെ ജീവിതം ഇങ്ങനെ എന്താ പറയുക, ജീവിതത്തിൽ നമ്മൾ പലപ്പോഴും തകർന്നു പോകുന്ന, മാനസികമായ തകരുക, അല്ലെങ്കിൽ ജീവിതം വഴിതെറ്റി പോവുക, ഇതൊക്കെ ചെയ്യുമ്പോഴാണ് നമ്മൾ ബ്രേക്കിൻ്റെ ആ ഒരു ഉപയോഗം മനസ്സിലാക്കേണ്ടത്. നമുക്ക് മാനസികമായും ശാരീരികമായും ഒക്കെ പിന്തുണ നൽകുന്ന ആൾക്കാരുണ്ട് അല്ലേ? നമ്മളുടെ രക്ഷിതാക്കൾ, ഒന്നാമത്തെ പിന്തുണ നൽകുന്നതാണ് രക്ഷിതാക്കൾ, അധ്യാപകർ, സുഹൃത്തുക്കൾ അല്ലേ? അതുപോലെ മുതിർന്നവർ, ആരായാലും നമ്മൾക്ക് മാനസികമായ ധൈര്യം തരുന്നവർ, മാനസികമായ പിന്തുണ നൽകുന്നവരൊക്കെ, അവരൊക്കെയാണ് നമ്മൾക്ക് നമ്മുടെ ജീവിതത്തിൽ ബ്രേക്ക് എന്നൊരു പദം ഉപയോഗിച്ച് നമുക്ക് വിശേഷിപ്പിക്കാൻ പറ്റുന്ന. അങ്ങനെയാണ് ബ്രേക്ക് എന്നത് അവരെ നോക്കാം. ജീവിതത്തിൽ നമ്മളിപ്പോൾ ഒരു വീഴ്ച പറ്റുമ്പോൾ അല്ലേ, നമ്മളൊരു വീഴ്ചയിലേക്ക് പോവാതിരിക്കാൻ, ജീവിതത്തിലെ വീഴ്ച എന്ന് വെച്ചാൽ നമ്മൾ കാലിടറി വീഴുന്നതല്ല. ലൈഫിൽ നമ്മൾ പലപ്പോഴും പല കാരണങ്ങൾ കൊണ്ട് തോൽക്കുക, നമ്മൾ തെറ്റുകളിലേക്ക് പോവുക, അല്ലെങ്കിൽ നമുക്കറിയാത്ത കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് ഉപദേശങ്ങൾ തരിക, നമ്മൾക്ക് അറിവുകൾ തരിക, ഇതൊക്കെ ശരിക്കും ബ്രേക്കിൽ പെട്ട കാര്യങ്ങൾ തന്നെയാണ്. ഇവരുടെ ഒന്നും മാനസികമായും അല്ലെങ്കിൽ നമുക്ക് തരുന്ന ബുദ്ധിപരമായ കാര്യങ്ങളായിക്കോട്ടെ, ഉപദേശങ്ങളായിക്കോട്ടെ, ഇതൊന്നും നമ്മൾ വക വയ്ക്കാതെ പോവുകയാണെങ്കിൽ നമ്മൾ ജീവിതത്തിൽ എന്തായാലും ഒരു കുണ്ടിൽ പോയി ചാടും. പക്ഷേ നമ്മൾക്ക് പിന്നിൽ നിന്ന് നമ്മളെ ഇങ്ങനെ ഉപദേശിക്കുക, അല്ലെങ്കിൽ നമ്മൾക്ക് നേർവഴി പറഞ്ഞു തരികയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾക്ക് അത് കേൾക്കുമ്പോൾ നമുക്ക് ഒരു ശല്യമോ അല്ലെങ്കിൽ നമുക്ക് ദേഷ്യം വരികയൊക്കെ ചെയ്യും അല്ലേ? നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്ന വഴിയിലൂടെ നമ്മൾ പോകുമ്പോൾ അതിലെ പോകരുത് പറഞ്ഞ് നമ്മളെ തടയുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും ദേഷ്യം വരും. പക്ഷേ ആ വഴിയിലൂടെ പോയാൽ അപകടമാണെന്നുള്ളത് നമ്മളുടെ രക്ഷിതാക്കൾക്കറിയാം, അല്ലെങ്കിൽ മുതിർന്നവർക്കറിയാം, അനുഭവമുള്ളവർക്ക് അറിയാവുന്നത് കൊണ്ടാണ് അവർ ആ വഴിയിലൂടെ പോകാൻ അനുവദിക്കാത്തത്. ആ വഴിയിലൂടെ പോയാൽ നമ്മൾക്ക് അപകടം പറ്റുന്നുള്ളത് അവർക്ക് അറിയുന്നത് കൊണ്ടാണ് അവർ നമ്മളെ എന്താ പറയുക, തടയുന്നത്, അതായത് അവിടെ ബ്രേക്ക് ഇടാൻ നോക്കുന്നത്. അതല്ലെങ്കിൽ നമ്മൾ നൂല് പൊട്ടിയ പട്ടം പോലെ അങ്ങനെ പറന്നു പോയാൽ നമുക്ക് ദിശയില്ലാതെ നമ്മൾ പോകൂലേ? നമുക്ക് എവിടെ എത്തണമെന്നറിയില്ല. നമുക്ക് പോകേണ്ട വഴികൾ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് നിരന്തരമായി നമുക്ക് പരമാവധി നമുക്ക് ദേഷ്യം വരുന്ന രീതിയിൽ വരെ, നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ പോകുമ്പോൾ, അല്ലെങ്കിൽ നമ്മളുടെ ഒരു ആഗ്രഹം വെച്ചിട്ട് നമ്മളെന്തെങ്കിലും ചെയ്യുമ്പോൾ അതിന് തടസ്സം തരണമെങ്കിൽ അമ്മമാരൊക്കെ പ്രത്യേകിച്ച്, അമ്മമാരെപ്പോഴും മക്കളെ അതിലെ പോരുത്, അത് ചെയ്യരുത്, ഇത് ചെയ്യരുത് കൊണ്ട് ഇങ്ങനെ മുടക്കുന്നതാണ്. കുറേ കാര്യങ്ങളൊക്കെ അവർ പറയുന്നത് ശരിയാണ്. അവർ പറയുന്ന കാര്യങ്ങൾ നമ്മൾ അനുസരിക്കാതെ പോയി കഴിഞ്ഞാൽ നമ്മളെന്തായാലും നമുക്കെന്തായാലും വീഴ്ച പറ്റും. അപ്പോൾ അവരെ അനുസരിക്കാൻ ശ്രമിച്ചെങ്കിൽ മാത്രമാണ് നമുക്ക് സേഫായിട്ട് നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. നമ്മളുടെ ജീവിതത്തിലെ ബ്രേക്കുകൾ ഇതാണ്, അല്ലെങ്കിൽ നമ്മുടെ പവർ ബ്രേക്കാണ് നമ്മളുടെ അമ്മ, നമ്മളുടെ പവർ ബ്രേക്ക് നമ്മുടെ അച്ഛനാണ്, അല്ലെങ്കിൽ നമ്മുടെ അധ്യാപകരാണ്, നമ്മുടെ സുഹൃത്തുക്കൾ, നല്ല സുഹൃത്തുക്കളൊക്കെ ആയിരിക്കും നമ്മളുടെ ബ്രേക്കുകൾ. അപ്പോൾ അതിനെ നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ജീവിതത്തിൽ വീഴാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവർ ബ്രേക്ക് ചവിട്ടാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത്. അത് നമ്മുടെ ജീവിതത്തിലെ ബ്രേക്കാണെന്ന് അക്സെപ്റ്റ് ചെയ്ത് ജീവിതത്തിനെ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ ശ്രമിക്കുക. അപ്പോൾ ജീവിതത്തിനും ബ്രേക്ക് ഉണ്ട്, വാഹനങ്ങൾക്ക് ബ്രേക്കുള്ള പോലെ ജീവിതത്തിനും ബ്രേക്ക് ഉണ്ട്. ആ ബ്രേക്കിൻ്റെ ഉപയോഗങ്ങളും ഇതാണ്: സേഫായിട്ട് പോവുക, ആക്സിഡൻറ്റ് ഇല്ലാതെ പോവുക, സ്പീഡ് കുറച്ച് പോവുക, സ്പീഡിലും പോവുക. നമുക്ക് നല്ല സ്പീഡിൽ പോകുമ്പോൾ നമ്മൾക്ക് ഇവിടെ ബ്രേക്ക് ഉണ്ട് എന്നുള്ള ആ ഒരു ധാരണയിൽ പോയാൽ മതി. നമുക്ക് ബ്രേക്ക് ഉണ്ടല്ലോ, ബ്രേക്ക് നല്ലൊരു പവർ ബ്രേക്ക് ഉണ്ടെങ്കിൽ നമുക്ക് നല്ല ഫാസ്റ്റായിട്ട് പോകാം. അപ്പോൾ അങ്ങനെയുള്ള ജീവിതത്തിലുള്ള ബ്രേക്ക് നമ്മൾ മിസ് ചെയ്യാതെ അതിന് വാല്യൂ കൊടുത്തിട്ട്
മുന്നോട്ട് പോവുക. അപ്പോൾ സേഫായിട്ട് നമുക്ക് ബ്രേക്ക് ചവിട്ടിയിട്ട് ജീവിതത്തിനെ നമ്മളെ സേഫായി നിർത്താം. ഓക്കെ.